കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് 2026-27 സാമ്പത്തിക വർഷത്തെ പദ്ധതി നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പൊതുവിഭാഗം വികസനത്തിനായി ലഭിക്കുന്ന 2,69,13,000 രൂപയുടെയും പ്രത്യേക ഘടക പദ്ധതിയിൽ ലഭിക്കുന്ന 49,72,000 രൂപയുടെയും പട്ടികവർഗ ഉപപദ്ധതി പ്രകാരം ലഭിക്കുന്ന 5,74,000 രൂപയുടെയും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ലഭിക്കുന്ന 75,51,000 രൂപയുടെയും മെയിൻ്റനൻസ് ഗ്രാന്റായി ലഭിക്കുന്ന 11,41,000 രൂപയുടെയും ഉൾപ്പെടെ 4,46,05,000 രൂപയുടെ പദ്ധതി രൂപീകരണത്തിലുള്ള ചർച്ചയാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി അഗസ്റ്റിൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. വളരെ വലിയ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പ് നടത്തുന്നത്. ഇവിടെ 13 വിഷയ ഗ്രൂപ്പുകളായിട്ട് ഈ വർക്കിംഗ് ഗ്രൂപ്പുകൾ ഇവിടെ തിരിഞ്ഞ് അവിടുന്ന് നല്ല നല്ല നിർദ്ദേശങ്ങൾ സംസാരിച്ച് അത് എഴുതി ഇവിടെ വായിച്ച് ഇവിടുന്ന് അംഗീകാരം നേടിയാണ് നമ്മളിവിടെ നിന്നും ഗ്രാമസഭകളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് മുന്നൊരുക്കമായി തന്നെ ആസൂത്രണ സമിതി കൂടിയിരുന്നു. അതിനുശേഷം ഈ വർക്കിംഗ് ഗ്രൂപ്പ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി ജി രാജ് യോഗം ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ പ്രാദേശികമായ വികസനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ കാലഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ ഉരുത്തിരിയുന്ന ആശയങ്ങളും അഭിപ്രായങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് വികസന സെമിനാറായി മാറുകയും അത് നമ്മുടെ നാടിന്റെ വികസനത്തിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആ വികസനത്തിൽ പങ്കാളികളായി മാറുന്ന വലിയ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതാണ് ഈ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ കടന്നു വന്ന കൂട്ടിക്കൽ പോലൊരു ഗ്രാമപഞ്ചായത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പിലേക്ക് കടക്കുമ്പോൾ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേകതകൾ ഞാൻ പറയേണ്ട, നമ്മൾ വലിയ ഒരു പ്രകൃതിക്ഷോഭത്തെയും അതോടൊപ്പം തന്നെ മഴക്കെടുതിയും ഒക്കെ അതിജീവിച്ച് വീണ്ടും സാധാരണ നിലയിലേക്ക് കടന്നു വരുന്ന ഒരു കാലാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രമല്ല, അന്ന് നമുക്ക് നേരിട്ട ക്ഷതങ്ങൾ ഓരോന്നും പരിഹരിച്ചു വരുന്നതോടൊപ്പം തന്നെ മറ്റു പ്രദേശങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രദേശവും പ്രാദേശികമായി വളർന്നു വരണമെന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ആലോചനകൾ നമുക്ക് ഉണ്ടാവണം. തീർച്ചയായിട്ടും ആ പദ്ധതികൾക്ക് രൂപം കൊടുക്കുമ്പോൾ ഏതൊക്കെയാണ് ഗ്രാമപഞ്ചായത്ത് ഇന്നാട്ടിലെ സാധാരണക്കാരായ അല്ലെങ്കിൽ മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല. കാരണം വളരെ അനുഭവ സമ്പത്തുള്ള ഒരാളാണ് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള നിലയിൽ നമ്മൾ എന്ത് ആശയമാണോ മുന്നിൽ വെച്ച് കൊടുക്കുന്നത് അതായിരിക്കും ഈ നാടിന്റെ നാളത്തെ മുഖം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. ഒന്ന്, കാർഷിക മേഖല എന്നുള്ള നിലയിൽ വലിയ പ്രാധാന്യമുണ്ട്. മലയോര പ്രദേശം എന്നുള്ള നിലയിലുള്ള പ്രാധാന്യമുണ്ട്. അതിലുപരി ഇന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു വളർന്നു വരുന്ന ടൂറിസം മേഖല എന്നുള്ള നിലയിലുള്ള വലിയ പ്രാധാന്യവും കൂട്ടിക്കലിന്റെ മുന്നിലുണ്ട്. അപ്പം അനന്തമായ ഈ സാധ്യതകളെ പൂർണ്ണമായി നമുക്ക് വിനിയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് അതിലേക്ക് സമർപ്പിക്കണം എന്നുള്ളതാണ് വസ്തുത. ഞാനിപ്പോ വന്ന വഴി നമ്മുടെ ഓപ്പൺ കർഷക മാർക്കറ്റിലേക്ക് ഒന്ന് കയറി. ഞാനുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കിരൺ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR രാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അനു ഷിജു, ജേക്കബ് ചാക്കോ, രാജിമോൻ ഷിബു, പഞ്ചായത്ത് അംഗങ്ങളായ ആന്റണി കടപ്ലാക്കൽ, ജെസി ജോസ്, ബീന ഷാലറ്റ്, ഷീന ബൈജു, ശാന്താഭായ് ജയകുമാർ, ജിജോ കാരക്കാട്ട്, PG ദിനേശ്, ഷീബ ടീച്ചർ, സോബിൻസി സോമൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മുഹമ്മദ് സാദിഖ്, നിർവഹണ ഉദ്യോഗസ്ഥർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു.